സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് മൊമെന്റം. നമ്മൾ ഒന്നാമത്തെ ലോയെ പറഞ്ഞു, ലോ ഓഫ് ഇനേർഷ്യ. Now it's second law. Second law is called law of momentum. And by this law, നന്നായിട്ട് കേൾക്കാലോ അല്ലേ? By this law, the rate of change of momentum, rate of change of momentum is directly proportional to the applied force. The rate of change of momentum is directly proportional to the applied force. Rate of change of എന്ന് പറഞ്ഞാൽ എന്താണ്? d/dt അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഇതിന്റെ സെക്കൻഡ് ലോ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എഴുതാൻ വേണ്ടി. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം d/dt ഓഫ് സ്മോൾ p is directly proportional to applied force. ശരിയല്ലേ എഴുതിയിരിക്കുന്ന ലക്ഷ്യ? ഇതല്ല അതിന്റെ അർത്ഥം. Rate of change of d/dt of momentum is directly proportional to applied force. So d/dt of p യുടെ ഇക്വേഷൻ അലീന, മൊമെന്റത്തിന്റെ ഇക്വേഷൻ p is equal to m into v, mass into velocity, f is equal to m into a. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. p യുടെ ഇക്വേഷൻ അപ്പോൾ ഓർത്തോണം m into v. So m into v is directly proportional to applied force. m ഒരു മാസ്, ഒരു വസ്തുവിന്റെ കോൺസ്റ്റന്റ് ആണ്. We can take it outside. m into dv/dt is directly proportional to applied force. dv/dt എന്നാ അലീന? അഞ്ചു ആരെങ്കിലും പറഞ്ഞ് dv/dt. dv/dt ആക്സിലറേഷൻ അല്ലേ? അല്ലേ ലക്ഷ്യ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം m into a is directly proportional to f. now ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് എന്ന് എഴുതാം. സോ എം എ ഇസ് ഈക്വൽ ടു എനി കോൺസ്റ്റന്റ് കെ ഇൻറ്റു എഫ്. വെൻ കെ ഒന്നായാൽ മാത്രം എത്രയാവും? എം എ ഇസ് ഈക്വൽ ടു എഫ് ഓർ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇതാണ് സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. സോ ദ ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സലറേഷൻ. ചോദിക്കുക മാസ് ആൻഡ് ആക്സലറേഷൻ. അപ്പൊ ഫസ്റ്റ് ലോയിനെ ഞാൻ ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിച്ചു. സെക്കൻഡ് ലോയിനെ ലോ ഓഫ് മൊമെന്റം എന്ന് വിളിച്ചു. The rate of change of momentum is directly proportional to the applied force and its derivation. എഴുതിയെടുക്കാവോ? So our next heading, momentum conservation. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്. മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. മൊമെന്റം കൺസർവേഷൻ. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? എനർജി ക്യാൻ neither be created nor be destroyed. It can be converted from one form to another. സെയിം തന്നെ മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റത്തെയും നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. മൊമെന്റത്തെ ഒരിക്കലും നശിപ്പിക്കാനും പറ്റില്ല. മൊമെന്റത്തിനെ വൺ ഫോമിൽ ടു അനദർ ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് മീൻസ് a momentum is always a constant. ഇനി
ഇപ്പൊ ക്യാപിറ്റൽ അല്ലെ സ്മോൾ പി മൊമെന്റം അതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ എത്രയായിരിക്കും? ഡി പി ബൈ ഡി ടി എത്രയായിരിക്കും അലക്സേ? പി കോൺസ്റ്റന്റ് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? 0 ആയിരിക്കും. വെരി ഗുഡ്. ഇങ്ങനെ അറിയണം. The derivative of a constant എപ്പോഴും എങ്ങനെയായിരിക്കും? Derivative of a constant equal to 0. So momentum conservation. Second law എന്നാണ്? The rate of change of momentum is directly proportional to applied force അല്ലേ? അപ്പൊ dp by dt is directly proportional to, അല്ലെങ്കിൽ rate of change of momentum is directly proportional to applied force. നമുക്ക് ഈക്വൽ ടു എഫ് എന്ന് എഴുതാം അല്ലേ? എ കോൺസ്റ്റന്റ് എഫ് എന്ന് എഴുതി 1 into എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു എഫ് എന്നാക്കാം. അപ്പൊ എഫ് 0 ആയാൽ പി കോൺസ്റ്റന്റ് ആകും. അതല്ല അതിന്റെ അർത്ഥം നോക്കിയേ. ഡി പി ബൈ ഡി ടി 0 ആകുക എന്ന് പറഞ്ഞാല് അപ്ലൈഡ് ഫോഴ്സ് 0 ആയി. when applied force 0, force equal to 0, the momentum is a constant. Momentum is a constant or momentum is conserved. മനസ്സിലായോ? ഇതാണ് മൊമെന്റം കൺസർവേഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ? ഇവിടുന്ന് തുടങ്ങിയാലും മതി. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, dp by dt is equal to f. The rate of change of momentum is directly proportional to applied force. എന്നിട്ട് പറയണം, if the applied force is equal to 0, dp by dt is equal to 0 and p is equal to a constant. And so this is called, momentum is a constant and it is called momentum is conserved or conservation law of momentum. ക്ലിയർ ആയോ? മനസ്സിലായോ? അഞ്ജു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്പം ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറയണം. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഈ വശം 0 ആക്കാൻ അപ്ലൈഡ് ഫോഴ്സിന് ഞാൻ 0 എന്ന് കൊടുക്കും. എഫ് 0 ആയപ്പം ഡി പി ബൈ ഡി ടി 0 ആയി. അപ്പം പി ഒരു കോൺസ്റ്റന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റം കൺസർവേഷൻ പ്രിൻസിപ്പിൾ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഡി പി ബൈ ഡി ടി ക്ലിയർ ആയോ? ഡി പി ബൈ ഡി ടി 0. So f equal to 0. So p is a constant. So when applied force is equal to 0, the momentum is a constant, or it is called momentum is conserved. And this law, or this is known as the momentum conservation principle. Momentum conservation principle. ഇവിടെ മുതൽ എഴുതിയെടുത്തു, നമുക്കൊരു അറിവായിട്ട് കയ്യിലിരുന്നു. ഒത്തിരി പ്രോബ്ലങ്ങളും മറ്റും ചോദിക്കുന്ന ഒരു പാർട്ടാണ് കൊളീഷൻ. മൊമെന്റം കൺസർവേഷൻ ഇൻ കൊളീഷൻ. ഞാൻ അത് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഇക്വേഷൻ മൊമെന്റം കൺസർവേഷൻ ഇൻ കൊളീഷൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ നമ്മള് 2 മാസ് കൺസിഡർ ചെയ്യും. കൺസിഡർ 2 ബോഡി വിത്ത് മാസ് m1 ആൻഡ് m2. രണ്ട് സ്പെറിക്കൽ ബോഡി ഇരിക്കുകയാണ് നമുക്കിവിടെ. ഒന്ന് m1 ഒന്ന് m2 എന്നായിരിക്കട്ടെ. m1 അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പൊ ഇതിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2, ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u1. അത് മതിയായിരിക്കും. അല്ല വേണം ഇതും കൂടെ എടുത്താൽ. ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u2. അപ്പൊ ഇത് ഇതേ വന്ന് ഇടിക്കണമെങ്കിലത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും?
ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ? ഇത് വന്ന് ഇടിക്കണമെങ്കിൽ U1 ആയിരിക്കുമോ U2 ആയിരിക്കുമോ കൂടുതലായിരിക്കേണ്ട അലക്സേ? U1 വന്ന് U2-ൽ ഇടിക്കണമെങ്കിൽ ഏത് വെലോസിറ്റി ആയിരിക്കണം കൂടുതൽ? U1 കൂടുതൽ. So consider two mass or two spherical bodies with mass m1 and m2 which moving in same direction with velocity U1 and U2, and if U1 is greater than U2 it make collision അല്ലേ? ഇവിടെ ഇത് രണ്ടും കൂടെ കൊളീഷൻ നടന്നു അല്ലെ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്തിട്ട് ഇത് വന്ന് ഇതേ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു വെലോസിറ്റി പോകും, ശരിയല്ലേ? ഒന്ന് കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. M1ഉം M2 മറ്റൊരു വെലോസിറ്റിയാണ് ആഫ്റ്റർ കൊളീഷൻ. So we can write it as after collision. മാസിന് വ്യത്യാസമൊന്നുമില്ല. Its mass again M1 is with mass M2. It moves with velocity V1 and it moves with velocity V2. U1 എന്ന് പറയുന്നത് V1 എന്ന വെലോസിറ്റിയിലും U2 എന്ന് പറയുന്നത് V2 എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് മൂവ്. അങ്ങനെയെങ്കിൽ ശരിക്കും മൊമെന്റം കൺസർവേഷൻ നമുക്ക് പറയേണ്ടത്, ഈ മൊമെന്റം കൺസർവേഷൻ ഞാൻ മൊമെന്റത്തിന് ചേഞ്ച് ഇല്ലെന്നാ പറയണ്ടല്ലേ. നോ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പ്രൂവ് ചെയ്യണം. നോ ചേഞ്ച് ഇൻ മൊമെന്റം ഓർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയണം. മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാണ്? മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to momentum after collision. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെ? ഇതാണ് മൊമെന്റം കൺസർവേഷൻ ഇൻ കൊളീഷൻ. മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഇത് വന്ന് ഇടിക്കും, അല്ലെ? ഇപ്പൊ U1 വെലോസിറ്റിയിൽ വരുന്നവൻ U2 വെലോസിറ്റിയിലുള്ളവനെ ഹിറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൊളീഷൻ നടന്നു കഴിയുന്നു. അതിനെ നമ്മൾ ആക്ഷൻ ആയിട്ട് എടുക്കുക. തേർഡ് ലോ ആണ് ആക്ച്വലി അത്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. പക്ഷെ ഇവിടെ നമുക്ക് കൺസർവേഷൻ ലോയിൽ അത് ആവശ്യമുണ്ട്. അതിനെ ആക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെട്ട ഫോഴ്സിനെ F1 എന്ന് വിളിച്ചാൽ F ഈസ് ഈക്വൽ ടു നമുക്കറിയാം M×A. ഫസ്റ്റ് ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F1 ആണ്. M1A1 എടുക്കാം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? M1 ഇൻറ്റു ആക്സലറേഷൻ. അതിന് എത്ര വ്യത്യാസം? എന്ന് പറഞ്ഞാൽ V/T അല്ലെ, വെലോസിറ്റി ബൈ ടൈം. അപ്പം ഫസ്റ്റ് ബോഡി V1 എന്ന് പറഞ്ഞ വരും. അപ്പൊ V1 മൈനസ് U1/T എന്നാവും. ഇത് മനസ്സിലായി? ഈ സ്റ്റെപ്പ് എഴുതിയത് അലക്സേ? മനസ്സിലായി ഈ സ്റ്റെപ്പ്? പ്രത്യേകിച്ചൊന്നും ഞാൻ എഴുതിയില്ല. M×A, എക്ക് വരെ എന്നാന്ന് കൊടുത്തു? V/T എന്ന് കൊടുത്തു. A ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. പക്ഷെ ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇങ്ങോട്ടാ മാറിയത്, U1 നിന്ന് V1ലേക്ക്. അപ്പൊ V1 മൈനസ് U1/T എന്ന് കൊടുത്തു. മനസ്സിലായ അലീന? ഈസ് ഇറ്റ് ക്ലിയർ? അതായത് U1 എന്ന് പറയുന്നത് U2-യെ ഹിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ വന്ന് നടന്ന ആക്ഷൻ. അവിടെ ഉണ്ടായ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നാ? സെക്കൻഡ് ലോ അനുസരിച്ച് ബൈ സെക്കൻഡ് ലോ F ഈക്വൽ ടു MA. ഫസ്റ്റ് ബോഡിയുടെ നമ്മൾ എഴുതുക MA, M1 ഇൻറ്റു അതിന്റെ A1. അതിനാണ് A1 എന്ന് എഴുതിയത്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? M1 A എന്ന് പറഞ്ഞാൽ എന്നാ? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിക്ക് എത്ര വ്യത്യാസം ഉണ്ടായി? U1 നിന്ന് V1ലേക്ക് പോയാൽ V1 മൈനസ് U1/T എന്ന് എഴുതാം.
അപ്പം m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആയോ? സ്റ്റെപ്പ് ക്ലിയർ ആയോ? പെട്ടെന്ന് പെട്ടെന്ന് പറ. ഇനി ഇതുപോലെ നമ്മളുടെ ഇപ്പൊ ഇതിപ്പോ ആക്ഷൻ നടന്നെന്ന് പറഞ്ഞല്ലേ, ആക്ഷൻ. അപ്പൊ ഞാൻ ഈ ബോഡി ഇതേ ചെന്ന് ഇടിക്കുമ്പം ഇത് ഇങ്ങോട്ട് എന്ത് തരും? ഈ സെക്കൻഡ് ബോഡി നമുക്ക് വേറൊരു കളർ ഉണ്ട്, അപ്പൊ കുറച്ചുകൂടെ ഈ സെക്കൻഡ് ബോഡി സെയിം ടൈമില് ഫസ്റ്റ് ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ തരും. ഓക്കെ, ഇനി അതിനെ നമുക്കിപ്പോ F2 എന്ന് എഴുതി കഴിഞ്ഞാല്, F2 എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാം? m2 ഇൻറ്റു a2. അതിനെ എങ്ങനെ എഴുതാൻ പറ്റുമോ അലീന, ഒന്ന് പറയാമോ? a1 പകരം a2 ആയിന്ന് മാറും. m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ടി. ക്ലിയർ അല്ലേ? നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് അറിയാമെന്നിരിക്കട്ടെ. ന്യൂട്ടന്റെ ലോ, തേർഡ് ലോ ഇതാണ്: ആക്ഷൻ, for every action there is an equal and opposite reaction. Action is equal to reaction. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് അവിടെ കൊടുക്കും. അപ്പം 1 ഈക്വൽ ടു 2 എന്ന് എഴുതാം, പക്ഷെ ഒരു നെഗറ്റീവ് സൈനോടെ വരും. നമുക്ക് വേണേൽ 2 ഈക്വൽ ടു, അപ്പം m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ടി ഈക്വൽ ടു മൈനസ് ഓഫ് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. ടി രണ്ടും ക്യാൻസൽ ചെയ്യും. m2 v2 മൈനസ് m2 u2 ഈക്വൽ ടു മൈനസ് m1 v1, നെഗറ്റീവ് നെഗറ്റീവ് കൂടി പോസിറ്റീവ്, പ്ലസ് m1 u1. നെഗറ്റീവിനെ ഇങ്ങ് കൊണ്ടുവരാം, ഈ നെഗറ്റീവിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. m2 v2 പ്ലസ് m1 v1 ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. ശരിയായില്ലേ നോക്കി? കണ്ടോ, u1 ഉള്ളത് ആദ്യം എഴുതി കഴിഞ്ഞാൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. കണ്ടോ, m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ശരിയായില്ലേ? ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാം, നല്ല ഡെറിവേഷൻ. മൊമെന്റം കൺസർവേഷൻ ഇൻ കൊളീഷൻ. നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് എഴുതുക കേട്ടോ. ചുമ്മാ എഴുതല്, ഇടയ്ക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകളെല്ലാം എഴുതണം കേട്ടോ. മനസ്സിലാകുന്ന പോലെ, അണ്ടർസ്റ്റാൻഡ് ആകുന്ന പോലെ മലയാളത്തിൽ എങ്ങനെയൊക്കെയൊക്കെ എഴുതി വെക്കണം. പക്ഷെ ഡെറിവേഷൻ സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചുമ്മാ എഫ് ഈക്വൽ ടു എം എക്കകത്ത് എക്ക് പകരം വി മൈനസ് യു ബൈ ടി എന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നെഗറ്റീവ് സൈനോടെ കൊടുക്കും. വെരി സിമ്പിൾ. മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ 2 പേജ് എഴുതിക്കൊണ്ടിരിക്കും. ന്യൂട്ടൺസ് തേർഡ് ലോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. എന്നാണ് തേർഡ് ലോ? തേർഡ് ലോയുടെ മറ്റൊരു പേരാണ്, അത് ഒരു മാർക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ, സ്റ്റേറ്റ് സിലബസിന് ഓരോന്നിൻ്റെ. ഒന്നാമത്തെ ലോയുടെ പേര് ലോ ഓഫ് ഇനേർഷ്യ, രണ്ടാമത്തെ ലോ ഓഫ് മൊമെന്റം, തേർഡ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ അറിയാലോ അല്ലെ ഡെഫിനിഷൻ? അറിയത്തില്ല അലീന? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. For every action there is an കൃത്യ ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് വള്ളം തുഴയുന്നത്, ഒരു ബോട്ട് റേസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം, അല്ലെ മോഷൻ ഓഫ് എ ബോട്ട്. വള്ളം നമ്മൾ എങ്ങോട്ടാ തുഴയുന്നേ അലക്സേ? വള്ളം എങ്ങോട്ടാ തുഴയണേ? പുറകോട്ട്. വള്ളം പോകുന്നത് എങ്ങോട്ടാ? ഫ്രണ്ടിലേക്ക്. മനസ്സിലായോ? ഇങ്ങനെ വള്ളം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തുഴയും അല്ലേ? അപ്പൊ ആക്ഷൻ കൊടുക്കുന്നത് എങ്ങോട്ടാ? പുറകിലേക്ക്. അപ്പം അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് ആര് പോണത്? ബോട്ട്. ബോട്ട് മുമ്പോട്ട് പോകണം. മനസ്സിലായോ? അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇതിപ്പോ 1. 2 റീകോയിൽ ഓഫ് എ ഗൺ. കേട്ടിട്ടുണ്ടോ എന്നാന്ന്? കേട്ടിട്ടുണ്ട്. റീകോയിൽ ഓഫ് എ ഗൺ. ഇപ്പൊ നമ്മള് ഒരു വളരെ നീളമുള്ള ഒരു തോക്ക് നമ്മളുടെ തോളെ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡറെ വെച്ചിട്ടായിരിക്കും വെടിവെക്കണം. ഇല്ലെങ്കിൽ ആ തോക്ക് വെടിവെച്ച് കഴിയുമ്പോൾ അത് പുറകോട്ട് വരും. നിങ്ങൾ ഈ ബലൂണൊക്കെ പൊട്ടിക്കുന്ന അവിടെ പോയി പങ്കെടുത്തിട്ടുണ്ടോ? വെടിവെച്ചിട്ടുണ്ടോ? അങ്ങനെ ചുമ്മാ കൈ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഉന്നം നമ്മളെ നിൽക്കുകയല്ല, ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു തരാം. ഇപ്പം അതിന്റെ വേണ ഇക്വേഷനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന റീകോയിൽ ഓഫ് എ ഗൺ. ഇപ്പൊ നമുക്ക് ഒരു തോക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ മാസ് M ആണെന്ന് ഇരിക്കട്ടെ. അതിനിപ്പോ ഉണ്ടാകുന്ന റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ V. അപ്പൊ തോക്കിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ V ഓഫ് ദ ഗൺ. അതിനൊരു ചെറിയ ഗൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ വെടിയുണ്ട പുറത്തോട്ട് പോകുന്നതിന്റെ മാസ് ചെറിയ M, ഹൈ വെലോസിറ്റി സ്മോൾ V ആണെങ്കിൽ നമ്മൾ മുമ്പേ എഴുതി മൊമെന്റം കൺസർവേഷൻ. മൊമെന്റം കൺസർവേഷൻ എന്നാണ്? മൊമെന്റം കൺസർവേഷനിലോ എന്നാണ് അലക്സേ? മൊമെന്റം കൺസർവേഷൻ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർ മൊമെന്റം ബിഫോർ, ഇവിടെയാണെങ്കിൽ ഷോർട്ട് അല്ലേ, വെടി വെക്കുന്നതിന് മുമ്പ്. ഓർ ഇനിഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. വെടി വെക്കുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും മൊമെന്റം ഉണ്ടോ? ആരെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് 0 ആയിരിക്കും. ഈക്വൽ ടു ഇത് രണ്ടും കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഏതൊക്കെ? ഈ റീകോയിൽ മൊമെന്റോ പ്ലസ് ആ ഗൺ വെടിയുണ്ടയ്ക്കുള്ള മൊമെന്റ്. അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പക്ഷേ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ റീകോയിൽ ആയതുകൊണ്ട് ഇതിനൊരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ M × V എന്ന് പറയണത് M × V ആയിരിക്കും. ഇതിങ്ങ് പോയി കഴിഞ്ഞാൽ M × V ഈക്വൽ ടു M × V. ഓർ ഈ V കണ്ടുപിടിക്കാം. റീകോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു mass of the gunshot into velocity of the gunshot divided by mass of the gun. ഇവിടെ നമുക്ക് പക്ഷേ ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. കാരണം അതൊരു റീകോയിൽ വെലോസിറ്റിയാണ്, ബാക്ക്വേർഡ്. മനസ്സിലായോ അലക്സ്? എന്നാ റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഒരു വെലോസിറ്റി ആണ്, പക്ഷെ വെടി പൊട്ടിക്കഴിയുമ്പോൾ അത് ബാക്ക്വേർഡിലാണ് പോകുന്നത്. അപ്പം ഇറ്റ് ഈസ് കോൾഡ് റീകോയിൽ വെലോസിറ്റി. മാത്തമാറ്റിക്കലി നമുക്ക് പറയാം, ഒരു വെടി ഗൺ ഷോട്ട് ചെയ്യുന്നതിന് മുമ്പ് വെലോസിറ്റി 0 ആണ്. ഷോട്ട് ചെയ്തതിന് ശേഷമേ അവിടെ മൊമെന്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഗൺ ഷോട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞ് എമ്മും വിയും ആ വെടിയുണ്ടയുടെയും, ക്യാപിറ്റൽ എമ്മും വിയും തോക്കിന്റെ ആണെങ്കിൽ അത് രണ്ടോടെ കൂട്ടിയെടുത്താൽ ഗൺഷോട്ടിന് മുമ്പ് 0 ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഈ V കണ്ടുപിടിക്കാം. ഇത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ഷെൽ ഓഫ് മാസ് 20 gram. ഒരു ഷെല്ല് എന്ന് പറയുന്നത് വെടിയുണ്ട്, അങ്ങനെ എഴുതിയാൽ മതി. എ ഷെൽ ഓഫ് മാസ് 20 gram is fired from a gun a gun with speed 80 meters per second.
വാട്ട് ഈസ് ദ വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഗൺ? വാട്ട് ഈസ്, അതായത് റീകോയിൽ വെലോസിറ്റി. വാട്ട് ഈസ് ദ വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഗൺ if its mass is 100 gram? അപ്പൊ ഒരു ഷെല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, നമ്മൾ യുദ്ധത്തിനൊക്കെ ആ ഷെല്ല് വിടുക. ഒരു ഷെല്ല് അങ്ങനെ ഇവിടുത്തെ വെടിയുണ്ട പോലത്തെ സാധനം 20 gram. അപ്പൊ ചെറിയ M20 ഫയർഡ് ഫ്രം എ ഗൺ വിത്ത് സ്പീഡ്, ചെറിയ V 80 meter per second. വാട്ട് ഈസ് എ വെലോസിറ്റി ക്യാപിറ്റൽ V കണ്ടുപിടിക്കാം. മാസ് തോക്കിന്റെ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ M 100. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ V അങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റൻ കണ്ടോ, M into V by M, that's is equal to M into V 20 into 80 by 100, that's equal to 16 വരും. 16 meter per second ആ തോക്ക് പുറകോട്ട് വരും. ദാറ്റ് ഈസ് ദ റീകോയിൽ വെലോസിറ്റി. അങ്ങനെ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് ബോട്ട്, 2 റീകോയിൽ വെലോസിറ്റി, 3 പ്രൊപ്പൽഷൻ ഓഫ് റോക്കറ്റ്. നമുക്ക് പറയാം. അപ്പൊ ഈ ലോ 3 എക്സാമ്പിള്, റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ, പ്രോബ്ലം എഴുതിയെടുക്കാവോ?